കുറ്റിപ്പുറത്ത് അപകടം നടന്ന ബസിന്റേത് അമിത വേഗത എന്നുള്ള കാര്യത്തിൽ തെളിവ് വന്നിരിക്കുകയാണ്. ഒരാളുടെ ജീവനെടുത്ത കുറ്റിപ്പുറം അപകട സമയത്തിന് കാരണമായത് ബസിന്റെ മരണവേഗത. ബസ് ഓടിയത് 130 കിലോമീറ്റർ വേഗതയിലാണ് എന്ന് പോലീസ് വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. ഹൈവേ അതോറിറ്റിയുടെ ക്യാമറ കൺട്രോൾ റൂമിൽ നിന്ന് ബസിന്റെ അമിത വേഗതയുടെ ഡിജിറ്റൽ തെളിവുകൾ സംഘത്തിന് ലഭിച്ചു. 50 കിലോമീറ്റർ അനുമതിയുള്ള റോഡിലാണ് ഗുരുതര നിയമലംഘനം ഉണ്ടായിരിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശാന്തകുമാർ, ഈ കുറ്റിപ്പുറം ബസ് അപകടം ഒരാളുടെ ജീവനെടുത്തതാണ്. അന്ന് തന്നെ ഇത് കണ്ട ആളുകളൊക്കെ പറഞ്ഞത്, സാക്ഷികളായവർ പറഞ്ഞത് ബസ് അമിത വേഗത്തിലാണ് എത്തിയത് എന്നുള്ളതാണ്. അതിനിപ്പോൾ ശക്തമായ തെളിവുകൾ ലഭ്യമായിരിക്കുകയാണോ? എന്താണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? സ്വാതി, അത് തന്നെയാണ്. നാറ്റ്പാക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു പോലീസിന്റെ ഒരു വിപുലമായ സംഘമാണ് ഇതിന്റെ ഈ അപകടത്തെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നത്. അതാണ് ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ തന്നെയുള്ള ക്യാമറ യൂണിറ്റുകളുണ്ട്. ആ ക്യാമറ യൂണിറ്റുകളുടെ കൺട്രോൾ റൂമിൽ നിന്നാണ് ഇവയുടെ തെളിവുകളും ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ബസ് ഈ അപകടം നടക്കുന്ന സമയത്ത് ഏകദേശം 130 കിലോമീറ്റർ വേഗതയിലാണ് പോയിരുന്നതെന്നാണ് ഈ ക്യാമറ ദൃശ്യങ്ങളിലുള്ളത്. അതാണ് ഇപ്പോൾ ഈ നാറ്റ്പാക് സംഘത്തിനും അതുപോലെ പോലീസിന്റെ അന്വേഷണ സംഘത്തിനും ഡിജിറ്റൽ തെളിവായി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ആ ട്രാക്കിലൂടെ, ഒരു വശത്തുള്ള ട്രാക്കിലൂടെ പോകേണ്ടത് 50 കിലോമീറ്റർ വേഗതയിലാണ്. അതിന്റെ സ്പീഡ് ട്രാക്കിലൂടെ പോകേണ്ടത് 80 കിലോമീറ്റർ വേഗതയിലാണ്. അതായത് നാഷണൽ ഹൈവേ കൂടെ പരമാവധി പോകാൻ പറ്റുന്ന സ്പീഡ് 80 കിലോമീറ്റർ ആണ് വലിയ വാഹനങ്ങൾക്ക്. അതാണ് ഈ 130 കിലോമീറ്റർ വേഗതയിൽ പോയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മഴയുണ്ടായിരുന്നു. ആ മഴ ഒപ്പം ഈ റോഡിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരുന്നു. ഇവ രണ്ടും കൂടി ആയപ്പോൾ ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ബസിന്റെ അമിത വേഗത തന്നെയാണ് ഇത്രയും വലിയൊരു അപകടത്തിന് കാരണമായെന്നുള്ള യാതൊരു തർക്കവുമില്ല എന്നുള്ളത് ഈ ഡിജിറ്റൽ തെളിവുകൾ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് ഇപ്പോൾ ഇന്നലെ ഈ നാറ്റ്പാക് സംഘം, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പോലീസ്, ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘമാണ് ഇപ്പോൾ ഈ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. അവരാണ് ഇപ്പോൾ ഇത്ര വിശദമായ ഒരു പരിശോധനയിൽ ഈ തെളിവുകൾ കൂടി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അമിത വേഗത തന്നെയാണ്. അതായത് 50 കിലോമീറ്റർ വേഗത്തിൽ പോകേണ്ട ഇടത്ത് 130 കിലോമീറ്റർ വേഗത്തിൽ ഈ ബസ് പോയിരുന്നു. അത് തന്നെയാണ് അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരവും. എന്തായാലും ഈ ഡ്രൈവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലും പോലീസിനെ ഇതുവരെ സഹായിച്ചില്ല. അതിനുശേഷം മാത്രമേ തുടർ നടപടികളിലേക്കും എന്തായാലും അന്വേഷണ സംഘം പോകും. പക്ഷേ ഈ പ്രദേശത്ത് ഉണ്ടാകുന്ന അപകടം, പതിവായി ഉണ്ടാകുന്ന അപകടം, ഇവയെക്കുറിച്ചെല്ലാം ഒരു വിശദമായ പഠനം കൂടി ഈ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. സ്വാതി, ശാന്തകുമാർ, അത് തന്നെയാണ്. ഇത്തരത്തിൽ സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെ. പ്രത്യേകിച്ചും മഴ പെയ്ത ഒരു സാഹചര്യമുണ്ട്. മഴ പെയ്ത് റോഡ് ആ നിലയിലായിരുന്നു. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ അമിത വേഗതയിൽ ബസ് പാഞ്ഞു വന്നത് എന്നുള്ളതാണ്. സമാനമായി അവിടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് വരുന്നത് എന്നൊക്കെ അന്ന് തന്നെ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞതുമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇനി ഈ സ്പീഡ് കൺട്രോളിനുള്ള നടപടികൾ അവിടെ സ്വീകരിക്കേണ്ടതല്ലേ? അപ്പോൾ അത്തരം നടപടികളിലേക്കൊക്കെ കടക്കുന്നുണ്ടോ ബന്ധപ്പെട്ട അധികൃതർ? ഈ കാര്യങ്ങളെല്ലാം ഈ സംഘം നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അതിനകത്ത് ഇവയെല്ലാം ഉൾപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. അതിനനുസരിച്ച് ഈ റോഡിന്റെ ദിശയിൽ, അതിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അവ മാറ്റം വരുത്തേണ്ടതും വരും. കാരണം നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നാണ്, ഇതിന് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ആക്ഷേപം ഉയർന്നാണ് ഈ പ്രദേശത്ത്, ഈ ഭാഗത്ത് 3 വരി പാത അവിടെ എത്തുമ്പോൾ, ഈ അപകടം നടന്ന സ്ഥലം മുതൽ പാലത്തിലേക്ക് എത്തുമ്പോൾ അത് 2 വരിയായി ചുരുങ്ങുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഇറക്കവും വളവും എല്ലാം കൂടി ചേർന്ന ഒരു ഭാഗം, അതാണ് പിന്നീട് പാലത്തിലേക്ക് എത്തുന്നതും അവിടേക്ക് 2 വരിയായി മാറുകയും ചെയ്തത്. ഇത് വാഹനങ്ങളുടെ വേഗത, വർദ്ധിച്ചു വരുന്ന വേഗതയും ഒപ്പം തന്നെ ഈ പാലത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ വേഗത കുറയ്ക്കാൻ കഴിയാതെ പോകുമ്പോൾ നിയന്ത്രണം വിടുന്നതുമെല്ലാം പതിവാകുകയാണ്. അതാണ് ഇപ്പോൾ ഒരു അപകടത്തിന് കാരണമാവുന്നത് എന്നുള്ളത് നാട്ടുകാർ നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചതാണ്. അതിൽ വലിയ മാറ്റം ഉണ്ടാക്കേണ്ടി വരും എന്ന് യാതൊരു തർക്കവുമില്ല. അവിടെ റെയിൽവേക്ക് ഒരു മേൽപ്പാലം കൂടി നിർമ്മിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. ആ റെയിൽവേ മേൽപ്പാലത്തിന്റെ അനുമതി ലഭിക്കുക എന്നുള്ളത് വലിയ കടമ്പ തന്നെയാണ്. അവ കൂടി പരിഹരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. അതിനുള്ള ശ്രമം കൂടി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും MP, അതുപോലെ തന്നെ MLA ഇവരുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം, ഒരു പഠന സംഘം ഈ കാര്യങ്ങളെല്ലാം പഠന സംഘത്തോടെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യം സർക്കാരിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. അതിനനുസരിച്ച് തുടർ നടപടികളിലേക്ക് പോകും. പക്ഷേ അടിയന്തരമായി ചെയ്യേണ്ടത്, ഈ പ്രദേശത്ത് നിരന്തരം വാഹനാപകടം ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ ദിവസം രാത്രിയും ഒരു കാർ അവിടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ നിരന്തരം അപകടത്തിൽപ്പെടുന്ന ഒരു ഭാഗമായി മാറുന്നു. ഉടനെ അത്തരം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് എന്ത് നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പും അതേപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ചേർന്ന് ഒരു തീരുമാനത്തിലെത്താൻ തന്നെയാണ് സാധ്യത. സ്വാതി.